ഹായ് ഓൾ, എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നമുക്ക് CBE ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏപ്രിൽ 6 വരുന്ന ശനിയാഴ്ച ഏപ്രിൽ 6 ഒരു CBE ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമൂഹികാധിഷ്ഠിത പരിപാടി നടത്തുമ്പോൾ നമ്മൾ ഓരോ തീം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക്, നമുക്കറിയാം ഇന്ന് കണ്ണിന് ഒരുപാട് പേർക്ക് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം, TV കാണുന്നത്, അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കൾ ഏറ്റവും ചെറിയ പ്രായം തൊട്ടേ അവർ മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുകയും ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ണട, സ്പെക്സ് വയ്ക്കുന്നവരുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചതായിട്ട് കാണാം. നമ്മളൊരു 10 ആളെടുത്താൽ അതിലൊരു 3 ആളെങ്കിലും കണ്ണാട ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണാം. പണ്ടൊക്കെ ഒരുപാട് വയസ്സായി കഴിഞ്ഞതിന് ശേഷമായിരുന്നു കണ്ണാടൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണിനെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങളൊന്നാണ് നമ്മുടെ കണ്ണുകൾ. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷനായിരിക്കാം ഈ പറയുന്ന ഒരു തീം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ നോട്ട്സ്, പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്കായി ബന്ധപ്പെട്ട നോട്ട്സ് നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്നും അയച്ചു തരുന്ന മുറയ്ക്ക് നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരാം. ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്താണ് ബ്ലൈൻഡ്നെസ്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ഈ ബ്ലൈൻഡ്നെസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഹൗ മെനി ആർ ബ്ലൈൻഡ്, അതുപോലെ വൈ ആർ പീപ്പിൾ ബ്ലൈൻഡ്, എന്തുകൊണ്ടാണ് അത് ബ്ലൈൻഡ് ആവണത്, വാട്ട് ക്യാൻ വി ഡു, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൈൻഡ്നെസ് ഒഴിവാക്കാം. അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ണിന് അസുഖങ്ങളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ വരുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗം. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് സമയം മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ഗെയിം കളിക്കുക ഫോണുകളിൽ. ഇപ്പോൾ കുട്ടികളിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഗെയിം കളിക്കൽ. അവർ ഒരുപാട് സമയം ഗെയിമുകൾ കളിച്ച് കണ്ണിന് വളരെയധികം സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ചിലർ ഒരുപാട് സമയം, ഒരു ദിവസം മുഴുവനായിട്ട് ഫിലിമൊക്കെ കണ്ടിട്ടും ഈ പറഞ്ഞ പോലെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് അതുപോലെ TV കണ്ടിന്യൂസ്ലി ഫുൾ ഡേ TV കാണുന്ന പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ ഞരമ്പുകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്ലൈഡുകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. ഇതിൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ലെവൽസ് ഉണ്ട്. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്. പ്രൈമറി പ്രിവെൻഷൻ aims at prevention blinding disease from occurring in an individual or community. Tools for this include health education, immunization, personal community. ഒരുപാട് പ്രിവെൻഷൻ അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇതിൽ നോക്കിയാൽ കാണാം, കണ്ട സ്റ്റെപ്സ്, അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് അവർ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം മെഷേഴ്സ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് മോഡലുകൾ ഇതിൻ്റെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഈ ബ്ലൈൻഡ്നെസ് കുറയ്ക്കാനായിട്ട്, പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്നും ഇതിൻ്റെ വിശദമായ നോട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മളത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇതെന്താണെന്നും ഇതെങ്ങനെ കുറയ്ക്കാം, ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം കൊച്ചു കുട്ടികൾക്കും ഇപ്പോൾ കണ്ണാട വയ്ക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. വളരെ ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ വാറുള്ള കണ്ണാട വെച്ച് കൊടുക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ പോർഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ മോർ ഓപ്ഷൻ, നമുക്ക് മുന്നിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ആ മോർ ഓപ്ഷനിൽ പോയിട്ട് ഇവൻറ്റുകൾ കണ്ടില്ല, സംഭവങ്ങൾ, ആ ഇവൻ്റ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് CBE എന്ന് പറഞ്ഞിട്ട് കാണാം, കണ്ടില്ലേ, CBE കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്. ആ CBE ഓപ്പൺ ചെയ്യുക. CBE ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നമ്മൾ ആദ്യത്തെയാണ് ഏപ്രിൽ മാസത്തിലെ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ബേസ് കൊടുക്കുക. ഡേറ്റ് നമ്മൾ എന്നാ നടത്തുന്നത്, 6-ാം തീയതിയാണ്. 6/4/2024 നടത്തുന്ന ഡേറ്റ് എന്നാണ് നമ്മൾ നടത്തുന്നത്, ആ ഡേറ്റ് അടിച്ചു കൊടുക്കുക. തീം, നമ്മുടെ അടുത്ത് തീം എന്ന് പറഞ്ഞിട്ടുള്ളത് സുപോഷൺ ദിവസ് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്താനാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കുക, സുപോഷൺ ദിവസ് എന്ന് കാണിക്കുക. സുപോഷൺ ദിവസ് എന്ന് കാണിച്ച ശേഷം നിങ്ങൾ ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കും.
ഇതാണ് നമ്മുടെ പോർഷൻ ട്രാക്കറിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഇത് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് ഓർഗനൈസ്ഡ് CB എന്ന് പറഞ്ഞിട്ട് ഇതിൽ ലിസ്റ്റ് വരില്ലേ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്ത് വെച്ചു. അപ്പോൾ നമുക്കൊരു പ്രൂഫായി നമ്മൾ ചെയ്തത് അപ്ലോഡായി, ഫോണിൽ അത് കണ്ടു എന്നുള്ളതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. 6-ാം തീയതി എല്ലാവരും പ്രവർത്തനം നടത്തിയിട്ട് അത് എൻ്റർ ചെയ്തതിന് ശേഷം അതായത് NNM കോർഡിനേറ്റേഴ്സിനെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.